ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കർത്തൃ ദിവസം ഇവിടെ നൽകിയിരിക്കുക. ഈ ദിവസത്തിൽ നമുക്ക് ആണ്ടവരെ സ്തുതിക്കാൻ. നമ്മൾ ഇന്ന് എപ്പിസോഡ് 160 അതിൻ്റെ C9, അതായത് നമ്മുടെ മാറ്റർ ബൈബിൾ സ്റ്റഡിയാണ്. കൊലിസ്യർക്ക് എഴുതിയ പുസ്തകം 1:11 നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് അതിന് മുന്നാടി നമുക്ക് కొంచెం പിന്നാടി പോയിട്ട് പാത്തിട്ട് നമുക്ക് മുന്നാടി പോയിടാം. നമുക്ക് കൊലിസ്യ ലേഖനത്തിൽ നമുക്ക് ആണ്ടവർ നമ്മൾ വചനം കേൾക്കുമ്പോൾ നമുക്ക് ആണ്ടവർ നമ്മളോട് പേശത്തക്കോണം എന്താണ് ആഗ്രഹിക്കുന്നത് അതുதான் നമ്മൾ പാക്കേണ്ടത്. ആണ്ടവരുടെ വചനത്തിൽ നിന്ന് നമ്മൾ അത് പഠിച്ചിടുമ്പോൾ നമുക്കത് പ്രയോജനമായി കഴിക്കും. അത് മാത്രമല്ല കേൾക്കുന്നവർക്ക് എല്ലാവർക്കും പ്രയോജനമായി കഴിക്കും. എനിക്കും പ്രയോജനമായി തീരും. കാരണം നമ്മുടെ വചനത്തിലെ ഇരിക്കുന്ന സത്യത്തെ നമ്മൾ പഠിക്കാനാണ് പോകുന്നത്. നമ്മൾ ഇന്ന് 11-ാം വാക്യമാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിന് മുന്നാടി നമുക്ക് 9-ാം വാക്യം തൊട്ട് നമുക്ക് ഒന്ന് വാസിച്ചിടാം. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഇங்கே அப்போஸ்தலனாയ പൗലോസ് என்ன சொல்லுது, നിങ്ങളെ പറ്റി കേട്ട ആ നാൾ മുതൽ, അതായത് எப்போ വന്ന് നിങ്ങളെപ്പറ്റി சொல்லியாச்சு, ആ നാൾ മുതൽ എന്നെ பண்ணுവാം, ഞങ്ങൾ കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് സഭയ്ക്ക് വേണ്ടി ഞാൻ ജപം പണിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം നിങ്ങൾ അത് വിടാതെ, അതായത് കണ്ടിന്യൂസ്ലി, അതായത് അത് ഒട്ടുമേ നിർത്താതെ നിങ്ങൾക്ക് വേണ്ടി ജപം ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. ഇங்கே അപ്പോസ്തലനായ പൗലോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴുമേ ജപം പണിക്കൊണ്ടേയിരിക്കുന്നു. 10-ാം വാക്യം നമ്മൾ പഠിച്ചാച്ചാൽ അത് നമുക്കൊന്നുകൂടെ നോക്കാം. എന്താണ്? നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി, അതായത് ആണ്ടവരുടെ പ്രസാദം നിങ്ങൾക്ക് கிடைക്കാൻ വേണ്ടി, പൂർണ്ണ പ്രസാദത്തിനായി ആണ്ടവരുടെ പ്രസാദം கிடைക്കാൻ വേണ്ടി കർത്താവിന് യോഗ്യമാം വണ്ണം, അതായത് ആണ്ടവർക്ക് യോഗ്യമാം വണ്ണം എന്നെ பண்ணണം, നിങ്ങൾ നടക്കണം. നടന്ന് നിങ്ങൾ എന്നാ ചെയ്യണം? ആത്മീയമായ ஞானத்திலும் ஆன்மீகമായ, அதாவது இங்கே சொல்லுது அப்போஸ்தலனாയ பவுலோஸ் சொல்லுது, ആവിയാൽ ആത്മീയമായ, എന്നാൽ ആവിയാൽ ആവിയുടെ ജ്ഞാനം, അത് ജ്ഞാനത്തിലും വിവേകത്തിലും ബുദ്ധിയിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട്, അതായത് എപ്പടി ആണ്ടവർക്ക് ചിത്തമായിരിക്കുന്നു ആ ചിത്തത്തിന് ഒത്തവണ്ണം നിങ്ങൾക്ക് പരിജ്ഞാനം ലഭിക്കാനും പരിജ്ഞാനത്തിനും കൊണ്ടും നിറഞ്ഞു വരയണം. അതുതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിറഞ്ഞു വരയണം. ഇങ്ങനെ നമ്മൾ പാക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുകയാണ്, നിങ്ങൾ ആവിയാൽ നിറഞ്ഞു വരണം, ആത്മാവിൻ്റെ പരിജ്ഞാനത്താൽ നിങ്ങൾ നിറഞ്ഞു വരയണം. ആവിയുടെ പരിജ്ഞാനത്താൽ നിങ്ങൾ നിറഞ്ഞു വരുമ്പോൾ എന്നാ ഉണ്ടായിരിക്കും? ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൽ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. എന്ന സകല സൽപ്രവൃത്തിയിലും അപ്പടി നിറഞ്ഞു വരുമ്പോൾ നിങ്ങൾ എന്നെ പറ്റും? നിങ്ങൾ ദൈവത്തിന് ഫലം കായ്ക്കും. നിങ്ങൾ ദൈവത്തിന് ആണ്ടവർക്ക് ഫലം കായ്ക്കുന്നവരായി നിങ്ങൾ തീരും. എന്നാൽ നിങ്ങൾ ആണ്ടവർക്ക് ഫലം കായ്ക്കുന്നവരായി തീരണമെങ്കിൽ എന്ത് വേണം? ആവിയിലുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾ നിറഞ്ഞു വരണം. നിങ്ങൾ ആവിയിലെ പരിജ്ഞാനത്തിൽ നിറഞ്ഞു വരാതിരുന്നാൽ നിങ്ങൾക്ക് ഫലം കായ്ക്കാൻ ഇടവരാതെ. അതുകൊണ്ട് ഇങ്ങനെ சொல்லுது, നിങ്ങൾ നിറഞ്ഞു വരുമ്പോൾ നിങ്ങൾ എന്നെ സകല പ്രവൃത്തിയിലും ഫലം കായ്ക്കും. എല്ലാം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും എന്നെ പറ്റും, നിങ്ങൾക്ക് ആ ഫലം കായ്ക്കാൻ പറ്റും. നമ്മൾ എന്തോ നമ്മൾ നട്ടാലും നമുക്ക് അത് ഏത് വിധം നമ്മൾ വിതച്ചാലും നമുക്ക് എന്നൊക്കെ ഫലം താൻ നമ്മൾ പാക്കുക. ഇങ്ങനെ ആണ്ടവർ നമ്മളിൽ വിതച്ച വിത അത് വളർന്ന് ഫലം കായ്ക്കണം. ആണ്ടവർ നമ്മൾ വിതച്ച വിതയിൽ, അതായത് ആണ്ടവരായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നാൾ, അതാണ് ആണ്ടവരുടെ വിധ നമ്മുടെ മേൽ വീണത്. അത് ആണ്ടവരെ നമ്മൾ രക്ഷയിലേക്ക്, അവൻ നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ വിശ്വസിച്ചു, ആണ്ടവർ എൻ്റെ പാപത്തിന് വേണ്ടി മരിത്താറേ എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ചു. അത് മറ്റുമല്ല, അവൻ എനിക്ക് വേണ്ടി മരിക്കുകയും എനിക്ക് യാഗമായി തീർന്നെന്ന് വിശ്വസിക്കുകയും, അത് മറ്റുമല്ല, എനിക്ക് വേണ്ടി അവൻ്റെ രക്തം ഊറ്റിത്തന്ന എന്നെ അവൻ സകല
പാവത്തിൻ്റെ രക്തക്കറ അത് മുഴുവനും ആയി മായിച്ച് എന്നെ ശുദ്ധമാക്കി തീർത്തു. നമ്മൾ ആരുടെ മക്കൾ താൻ? ആണ്ടവരുടെ മക്കൾ താൻ. ആണ്ടവരായ യേശു ക്രിസ്തു നമ്മളെ മക്കളാക്കി തീർത്താച്ച് നമ്മൾ എന്നെ വാസിക്കുന്നത് ആണ്ടവരായ യേശു ക്രിസ്തു നമ്മളെ മക്കളായി. അതുകൊണ്ട് ഇനി നമുക്ക് തരുന്ന ഫലം എപ്പോഴായിരിക്കും? ആണ്ടവരുടെ ഫലം നമുക്ക് വേണം. ആണ്ടവരുടെ ഫലം എന്ത്? സമാധാനം, സന്തോഷം, അല്ലെങ്കിൽ സൽപ്രവൃത്തികൾ, എല്ലാമേ രമ്പ കാര്യങ്ങളിലേക്ക് അതെല്ലാം നമ്മളിൽ വരണം. നേസം ഇതെല്ലാം നമുക്ക് വരണം. നമ്മൾ മറ്റുള്ളവരെ നേസിക്കേണ്ട കാര്യമുണ്ട്, നമുക്ക് സൽപ്രവൃത്തി ചെയ്യേണ്ട കാര്യമുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളുമേ നല്ല ചെയ്യുമ്പോൾ എപ്പം തന്നെ, അല്ലെങ്കിൽ മറ്റുള്ള കോപം നമ്മൾ കമ്മിയാക്കിയിട്ട് നമ്മൾ ആരോടും കോപപ്പെടാതെ ആണ്ടവരുടെ വചനത്തിന് അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുകയും ആണ്ടവരുടെ വചനത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മൾ പാക്കുമ്പോൾ അവർക്ക് എന്നെ തിരിയണം, ഇവൻ ആണ്ടവരുടെ പൈതലെന്ന് சொல்லണം, ആണ്ടവരുടെ മകൻ എന്ന് சொல்லത്തക്കവണ്ണം നമ്മുടെ ജീവിതം നമ്മൾ ശുദ്ധീകരിക്കേണ്ട ആവശ്യമാണ്. അപ്പടി ശുദ്ധീകരിക്കുമ്പോൾ ആവിയുടെ ഫലം നമ്മളിൽ കായ്ക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുതന്നെ ആവിയുടെ ഫലം. അന്നേരം ആവിയുടെ ഫലം നമ്മളിൽ കായ്ക്കുമ്പോൾ നമ്മുടെ ഫലം എന്നെ പറ്റും മറ്റുള്ളവരും പറിച്ച് ശാപ്പിടും. നമ്മൾ ശാപ്പിടുമ്പം അവരിലും എന്നാ പറ്റും? അവരിലും ഫലം കായ്ക്കാൻ തുടങ്ങും. അവരും ആവിയിൽ വർദ്ധിച്ചു വരും. അന്നേരം നമ്മൾ ആവിയിൽ വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവന് ചിത്തമായ രീതിയിൽ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും അതുമാത്രമല്ല ആണ്ടവരെ പറ്റി ഉള്ള പരിജ്ഞാനത്തിൽ നമുക്ക് വളർന്നു വരയണം എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് ഒന്ന് വാസിച്ചിടാം. ദാറ്റ് ഈ മൈറ്റ് വാക്ക് വർതി ഓഫ് ദ ലോർഡ്. നിങ്ങൾ ആണ്ടവർക്ക് ചിത്തമായ രീതിയിൽ തന്നെ നിങ്ങൾ നടക്കണം, അല്ലെങ്കിൽ അവന് പ്രയോജനമായ രീതിയിൽ തന്നെ നിങ്ങൾ വളരണമെന്നെങ്കിൽ വർതി ഓഫ് ദ ലോർഡ് ആൻഡ് ഓൾ പ്ലീസിങ്. അത് അവനെ പ്രസാദിപ്പിക്കുന്ന, അതായത് ആണ്ടവരെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ ആണ്ടവരുടെ ചിത്തം തന്നെ ചെയ്യണമെന്ന് ബീയിങ് ഫ്രൂട്ട്ഫുൾ ഇൻ എവറി ഗുഡ് വർക്ക്. എല്ലാ നല്ല കാര്യത്തിലും നിങ്ങൾ ഫലം കായ്ക്കുന്നവരായിരിക്കണം. എല്ലാ രീതിയിലും നമ്മൾ ഫലം കായ്ക്കുന്നവരായിരിക്കണം. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ എല്ലാം എന്നെ ചെയ്യുന്നു, അതെല്ലാത്തിലും നല്ല കാര്യത്തിൽ എല്ലാമേ നമ്മൾ എന്നെ കാണിക്കണം, നമ്മൾ ഫലം കായ്ക്കണം. അത് മറ്റുമല്ല ഫ്രൂട്ട് ഇൻ ഗുഡ് വർക്ക് ആൻഡ് ഇൻക്രീസിങ് ദ നോളജ് ഗുഡ്. അത് മറ്റുമല്ല ആണ്ടവരുടെ വചനത്തിൻ്റെ ജ്ഞാനത്തിൽ നമ്മൾ വളരണം. അന്നേരം നമ്മൾ എന്നാ പറയണം? നമ്മൾ അവിടെ ചെയ്യുമ്പോൾ നമ്മൾ ആണ്ടവരുടെ വചനത്തിൽ നമ്മൾ വളർന്നിടും. അന്നേരം ആണ്ടവരുടെ വചനത്തിൽ വളരണം എന്ന് சொல்லுകയാണ്. അത് മറ്റുമല്ല 11-ാം വാക്യം നമുക്ക് വാസിച്ചിടാം. 11-ാം വാക്യത്തിൽ സകല സഹിഷ്ണുതയ്ക്കും ഒന്നാമത് നമുക്ക് ഇപ്പം ഇങ്ങനെ சொல்லுது. ഇങ്ങനെ നമ്മൾ 5 കാര്യം താൻ ഇങ്ങനെ കാണുന്നത്. ഒന്ന്, സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്ന്. അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങളിൽ വരുന്ന ഫലങ്ങൾ എന്നതെന്ന് ഇങ്ങനെ சொல்லுകയാണ്. ഒന്ന്, സഹിഷ്ണുത. അതായത് നമ്മളോട് എന്നാ ചെയ്താലും നമ്മൾ അത് പൊറുക്കുന്ന മാതിരി, അല്ലെങ്കിൽ അവരെ ക്ഷമിക്കുന്ന മാതിരി നമ്മൾ അല്ലെങ്കിൽ അവർ നമ്മൾ ചെയ്യുന്നത് ഓക്കെ, അത് ആണ്ടവർക്ക് മറ്റുള്ളവരോട് നമ്മൾ കോപപ്പെടാതെ അത് സഹിക്കുക. എന്നിട്ട് സഹിഷ്ണുത നമുക്ക് തേവപ്പെടും. രണ്ടാമത് ദീർഘക്ഷമ. ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ അവരോട് എല്ലാമേ ക്ഷമിച്ചിടുക, മന്നിത്തിടുക. ഓക്കെ പറവായില്ല, നീ ചെയ്ത അവർ തപ്പ് ചെയ്താലും അത് മന്നിക്കണം. അത് ചിന്ന ക്ഷമയല്ല, ദീർഘക്ഷമ എന്ന് ചൊല്ലിയാൽ പെരിയ ക്ഷമ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിന് അത് എപ്പോഴായിരിക്കണം? അവൻ്റെ, അതായത് ആണ്ടവരുടെ മഹത്വം അല്ലെങ്കിൽ മഹിഴ്ചയ്ക്ക് ഒത്ത രീതിയിൽ താൻ നമുക്ക് എന്നാ പറയണം? വല്ലഭത്തിന് ഒത്തവണ്ണം അവൻ മഹിഴ്ചയേറിയവൻ താൻ, അവൻ മഹത്വപൂർണ്ണൻ താൻ. അവൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം നമ്മൾ എന്നാ പറയണം? നമ്മൾ അത് പൂർണ്ണശക്തിയോടെ നമ്മൾ അത് എന്നാ പറയണം? നമ്മൾ പൂർണ്ണശക്തിയോടെ എന്ന് പറഞ്ഞാൽ
നമ്മൾ ഒരു നമ്മൾ ഒരു സാധനം നമ്മൾ വലിക്കുക അല്ലെങ്കിൽ തെള്ളുക എന്നാ ചെയ്യുന്നത്, നമ്മൾ ശക്തി നമ്മൾ കൊടുത്ത് അത് നമ്മൾ വലിച്ചിടും അല്ലെങ്കിൽ നമ്മൾ തള്ളിയിടും. അതായത് അത് നമുക്ക് അത് മൂവി അത് നമുക്ക് നീക്കം മാറ്റത്തക്കോണം അല്ലെങ്കിൽ പൂർണ്ണ ശക്തി ബലം പ്രയോഗം അത് നിന്റെ ബലം മുഴുവനും അതിന് കൊടുത്ത് അത് എന്നാ പറയണം, എന്നാ சொல்லுது ശക്തി ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ അങ്ങനെ നിങ്ങൾ ബലപ്പെടണം. നിങ്ങൾ അപ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ബലപ്പെടും. ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ചൊല്ലുന്ന കാര്യങ്ങൾ നമ്മൾ വാസിച്ചപ്പോൾ നമുക്ക് അപ്പോസ്തലനായ പൗലോസ് നമ്മളുടെ എന്നാണ് ചൊല്ലുന്നത് വെച്ചാൽ, നിങ്ങൾ ഫലം കായ്ക്കുമ്പോൾ ആ ഫലത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയോജനം എന്നാ ചൊല്ലിയാൽ, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായ കർത്താവിന് നിങ്ങൾ 11 വാക്യത്തിൽ സകല സഹിഷ്ണുത നിങ്ങൾക്ക് അന്നേരം നമുക്ക് എല്ലാ ഫലവും கிடைക്കുമ്പോൾ നമുക്ക് സഹിഷ്ണുത വരും. അതായത് നമ്മൾ മറ്റുള്ളവരെ ക്ഷമിക്കാനുള്ള ദീർഘക്ഷമ നമ്മൾ കാണിക്കും. അതായത് നമ്മളോടായാലും ചെയ്യാൻ നമ്മൾ അതിനെപ്പറ്റി നമുക്ക് ഒന്നും ഇല്ലാതെ നമ്മൾ തീരും. അവൻ്റെ മഹത്വത്തിന് അതുമല്ല അവൻ്റെ മഹത്വം അതായത് അവൻ്റെ മഹത്വത്തിന് വലുവത്തിനും ഒത്തവണ്ണം, അതായത് നമ്മുടെ മഹത്വത്തിന് ഒത്തവണ്ണമല്ല, ആണ്ടുടെ മഹത്വത്തിന് ഒത്തവണ്ണം നമ്മൾ എന്നാ ചെയ്യണം, നമ്മൾ ആയിരിക്കണം. അത് നമ്മൾ എപ്പോഴും ചെയ്യണം, അത് പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ബലത്തോടെ ബലപ്പെടണം എന്ന് சொல்லி അപ്പടി നമ്മൾ ചെയ്യുമ്പോൾ താൻ ആണ്ടവർക്ക് നമ്മളോട് രമ്പ സന്തോഷം ഉണ്ടാവും. നമ്മൾ അതുകൊണ്ട് നമുക്ക് അത് മാത്രമല്ല നമുക്ക് ആണ്ടവർക്ക് സന്തോഷം ഉണ്ടാവും. അത് மட்டுമല്ല നമുക്കും സന്തോഷം கிடைക്കും. നമുക്ക് സന്തോഷം கிடைக்கும் എന്ന് മറ്റുമല്ല, അതിലും നമുക്ക് പെരിയ പ്രതിഫലം கிடைക്കും. പ്രതിഫലം എപ്പം கிடைക്കും? നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ആണ്ടവർ നോക്കുമ്പോൾ നീ ചെയ്ത കാര്യങ്ങൾക്ക് എല്ലാം തക്കവണ്ണം ആണ്ടവർ പ്രതിഫലം തരും. എന്നാൽ ആണ്ടവർ നമുക്ക് പ്രതിഫലം വരുന്ന ദൈവം ആണ്ടവർക്ക് അവൻ പ്രതിഫലം തരാതെ നമ്മളെ വിടമാറ്റം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാ പണിയാലും നമ്മൾ തപ്പ് പണിയാലും നീ നന്മ പണിയാലും ആണ്ടവർ അതിന് പ്രതിഫലം തന്നിരും. അന്നേരം നിങ്ങൾക്ക് കിടക്കുന്ന പ്രതിഫലം ഏതുമാതിരി ഇരിക്കണമെന്ന് നിങ്ങൾ തന്നെ വിസാരിച്ചിട്ട്, നിങ്ങൾക്ക് നല്ല പ്രതിഫലം വേണമോ അതോ തീയ പ്രതിഫലം വേണോ? നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആണ്ടവരുടെ പ്രതിഫലം അതേമാതിരി നിങ്ങൾക്ക് പെരിയ ഫലമായിരിക്കും. അത് നിങ്ങൾ തീയ ചെയ്യുമ്പോൾ നിങ്ങൾ ആണ്ടവരുടെ മുമ്പിൽ നിങ്ങൾ നാണിക്കേണ്ടി വരും. നിങ്ങൾ മോഹം കുത്തിക്കൊണ്ട് ആണ്ടവരെ ഞാൻ തപ്പ് ചെയ്തു, അന്നേരം നമുക്കൊന്നും ചെയ്യാൻ മുടിയാതെ നിങ്ങൾ സ്വർഗത്തിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾ ലോകത്തിലാണ് നിങ്ങൾ എന്നാ ചെയ്യേണ്ടത്? ഈ ലോകത്തിൽ തന്നെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഇരിക്കും. ആ കഷ്ടപ്പാടും പ്രയാസങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കവലപ്പെടാതെ, നിങ്ങൾ ഭയപ്പെടാതെ, നിങ്ങൾ ധൈര്യം പോണ്ട് ആണ്ടവർക്ക് ചിത്തമായി നിങ്ങൾ ചെയ്യുമ്പോൾ, ആണ്ടവർക്ക് പ്രസാദമായി ചെയ്യുമ്പോൾ, ആണ്ടവരുടെ ബലത്തിൽ നിങ്ങൾ ശക്തീകരിക്കപ്പെടുമ്പോൾ, ആണ്ടവർ നിങ്ങൾക്ക് ചെയ്യുന്ന ആ മഹാപ്രവൃത്തി അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എത്രയോ ഉന്നതമാണെന്ന് നമുക്ക് തിരിയും. അതുകൊണ്ട് ഞാൻ എൻ്റെ സമയം മുടിഞ്ഞാച്ച് ആണ്ടവർ നമ്മളെ ആശീർവദിക്കട്ടെ. നമ്മൾ വചനം പഠിക്കുമ്പോൾ നമ്മൾ ആണ്ടവരിൽ ബലപ്പെടുവാൻ തക്കോണം കൊലുസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് എഴുതി വെച്ചാച്ച് അത് പഠിക്കും തോറും അതിനെ പ്രയോജനമാവും വണ്ണം നമ്മൾ ജീവിപ്പാൻ തക്കോണം നമ്മളെ ക്രമപ്പെടുത്തുക. അപ്പോൾ ആണ്ടവർ നമുക്ക് പ്രതിഫലം ചെയ്യും. ആണ്ടവർ നാം മയപ്പെടാട്ടെ. ആമേൻ.